കറുത്ത ആളുകൾ, അത് പുരുഷന്മാർ മോഹിനിയാട്ടം ആടുന്നത് കാണാൻ ഇപ്പോൾ സത്യഭാമ ടീച്ചറിനെ പോലെ ഒരു മുതിർന്ന നൃത്ത അധ്യാപികയ്ക്ക്, മുതിർന്ന കലാകാരിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല 66 വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാണ്. വീണ്ടും കോമഡി സമ്മതിച്ചിരിക്കുന്നു. ഇതെങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചിറക്കണതാ. എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ സമൂഹത്തിലുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി പ്രശ്നം അവസാനിച്ചു. ശ്രീമതി ധന്യാരാമൻ, ഇനി എന്തെങ്കിലും പറ. ഈ സ്ത്രീ പറഞ്ഞ എന്താണ് കറുത്ത കാക്കയെ പോലെയുള്ള കറുത്ത നിറം, അത് രാമകൃഷ്ണൻ അല്ല എന്നാണ് അവർ പറയുന്നത്. ആയിക്കോട്ടെ, ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. രാമകൃഷ്ണൻ അല്ല, ഒരു മനുഷ്യനെയും അങ്ങനെ വർണ്ണവെറിയോടെ വംശീയതയോടെ കറുപ്പ് എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മനസ്സിലെ ജാതി കറുപ്പാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നാണോ നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. അവർ കുമ്മനം രാജശേഖരനെ അല്ല പറഞ്ഞത്, അവര് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെ അല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് ആരെയാണെന്ന് അവർ പറയണം. സത്യം മാത്രമേ പറയാവൂ. കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞ കാക്ക പെറ്റതള്ള കണ്ടാൽ സഹിക്കില്ല തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. എന്നാ സ്ട്രീറ്റാന്ന് ഇതൊക്കെ ചുമ്മാ ജാടയില്ലയോ? എന്റെ വക്കീലെ ഞാനൊന്ന് ആഞ്ഞു പിടിച്ച നാളെ ഈ കസാരയിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ കൃത്യമായിട്ട് സംഘടനകളുണ്ട്. NSS ചോദിക്കാൻ വരും, നമ്പൂതിരി സംഘടനകൾ വരും, ഹിന്ദു മഹാസഭ വരും. അതുകൊണ്ട് അവർക്ക് അതൊന്നും അല്ല അവരുടെ വിഷയം. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ. ജാതി കറുപ്പാണ്. ആ കാക്കയുടെ കറുപ്പ് എന്ന് അവർ ഉദ്ദേശിച്ചത് ആരെയാണ്? അതിനാണ് ഉത്തരം കിട്ടേണ്ടത്. ആ കാരണം പറഞ്ഞ എന്നെ ജോലിയിൽ നിന്ന് കളയരുത്. ഈ ലേഡിക്ക് പേര് പറയാനുള്ള ചങ്കൂറ്റം ഇല്ല. അതുകൊണ്ട് ദൂരത്തെയും അടുത്തെയും ഒക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് നീ പേര് പറഞ്ഞാൽ അത് അട്രോസിറ്റി ആവും, നീ റിമാൻഡിലാവും, നീ ജയിലിൽ പോകേണ്ടി വരും. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ട. എത്ര വെളുത്തിരുന്നിട്ടും അവരെത്ര എന്തൊക്കെ ഡാൻസ് ചെയ്തിട്ടും അവരെ തേടി അങ്ങോട്ടേക്ക് മാധ്യമപ്രവർത്തകർ പോയില്ല എന്നുള്ളതാണ് ഒരു പരാതി. അപ്പൊ അത് അവരുടെ എന്താണ് അവരുടെ വെളുപ്പ് നിറം കൊണ്ട് അവരെന്ത് നേടി എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. ഇവര് വീട്ടിലെ തന്നെ ഇവരുടെ മരുമകളെ തന്നെ ദ്രോഹിച്ച് താലിമാല വലിച്ചു പൊട്ടിച്ച് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കേസുള്ള ഒരു സ്ത്രീയാണ്. മുതലെടുക്കണേണ സജി. മനുഷ്യരെ വെല്ലുവിളിക്കുകയാണ്, പൊതുസമൂഹത്തോട് പറയുകയാണ് കാക്കയെ പോലെ കറുത്തിരിക്കുന്നവർക്ക് കലാരംഗത്ത് വരാനുള്ള അങ്ങനത്തെ ഒരു സ്പേസ് കൊടുക്കരുതെന്നുള്ളൊരു മെസ്സേജാണ് അവർ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നത്. അവരതിനെ വെടക്കാക്കുകയാണ് ചെയ്തത്. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? അവരടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവർ വംശീയതയും വർണ്ണവെറിയാണ് ഇവിടെ അവർ വിളമ്പിയിരിക്കുന്നത്. രാവിലെ മുതൽ അവര് ഇപ്പം കുറച്ച് ഒതുങ്ങി. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കുറച്ച് പേടിക്കണം, ഈ വർണ്ണവെറിയെ കുറിച്ച് പറയുമ്പോൾ പേടിക്കണം, കേസ് വരുന്ന പറഞ്ഞുകൊണ്ട് കുറച്ച് സൗമ്യമായിട്ടൊക്കെ സംസാരിക്കുന്നു. വട്ടു വന്നാ പിന്നെ ഇരട്ടി ശക്തി. കൃഷ്ണൻ, അതായത് എന്റെ കുടുംബത്തിൽ കയറി കളിക്കാനൊന്നും അവൾക്ക് അധികാരം കൊടുക്കല്ലേ. എന്താ തന്റെ ഉദ്ദേശം? കേട്ടല്ലോ. ധന്യ ഇവിടെ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നീ അത്രയ്ക്കൊന്നും ആവണ്ട കേട്ടാ. താലി പൊട്ടിച്ച കാര്യം നിനക്കറിയാവോടി? അറിയാവോടി നിനക്ക്? എന്റെ കുടുംബകാര്യം ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കണ്ട. നമുക്ക് ഇതൊരു സാമൂഹിക തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക.